ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ്. അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 16 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, 16, 17, 18, 19 ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല റബ്ബി ഖാഫ് ഇസ്തിഅലാഇന്റെ 7 അക്ഷരങ്ങളിൽ ഒരക്ഷരമാണ്, അഥവാ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരം. അതിന് ദീർഘം നൽകി അലിഫും വന്നു. ആ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. അപ്പോൾ ഖാല എന്ന ശബ്ദം കേൾക്കുക. ഖാല എന്നാൽ ലാമിന് അല്പം പോലും തഫ്ഖീം പാടില്ല. ഖാല റബ്ബി, ഈ പദത്തിൽ റാഇന് തഫ്ഖീം കൊടുക്കണം. റാക്ക് ഫത്ഹ ഉള്ളതുകൊണ്ട് ഖാല റബ്ബി ഇന്നി, നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഇന്നി വലംതു എന്ന് പറയുമ്പോൾ ഇസ്തിഅലാഇന്റെ അക്ഷരമായ വാഇന് തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് സ്വരഭാരത്തോടെ വാ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. വലംതു, ഈ പദത്തിൽ സാക്കിനത്തായ മീം, അതിനെ ഇൽഹാർ ഷഫവി നൽകി അല്പം പോലും മണിക്കാതെ ഉച്ചരിക്കണം. വലംതു. ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി. നഫ്സി, ഫഅസീന് മഹ്മൂസായ അക്ഷരങ്ങൾ, ഇവയൊക്കെ ശ്രദ്ധിക്കുക. ഈ അക്ഷരങ്ങളൊക്കെയും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ ശ്രമിക്കുക. അവയുടെ പൂർണ്ണമായ സിഫാത്തുകളൊക്കെയും പൂർത്തിയാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം. നഫ്സി ഫഗ്ഫിർ ലി, ഗൈനിന് തഫ്ഖീമുണ്ട്. എന്നാൽ ഫഗ്ഫിർ എന്ന റാഇന് തർഖീഖാണ്. റാ സാക്കിനത്തും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ടതായ കസ്റയും ഉള്ളതുകൊണ്ട് ഫഗ്ഫിർ ലി ഫഗഫറ ലഹു ഫഗഫറ, ഈ പദത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈനിനും റാഇനും മാത്രമാണ് ഇതിൽ തഫ്ഖീം നൽകി സ്വരഭാരത്തോടെ ഉച്ചരിക്കുന്നത്. മറ്റക്ഷരങ്ങൾക്ക് തർഖീഖ് ഫഗഫറ, ഗൈനിനും റാഇനും. ഫഗഫറ ലഹു ഇന്നഹു, അല്ലേ, നൂൻ മുശദ്ദദ മണിക്കുക. ഇന്നഹു എന്നതിൽ ഹാഉ ദ്വമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ എന്ന ദീർഘമാണ്, 2 ഹറക്കത്തിന്റെ അളവിലുള്ള തബീഇയായ ദീർഘം. അപ്പോൾ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വാവ് 2 ചുണ്ടിൽ നിന്ന് തന്നെ വരണം, നമ്മൾ സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. ഹുവൽ ഗഫൂറുർ റഹീം, ഗൈനിന് തഫ്ഖീമുണ്ട്. അൽ ഗഫൂറു, റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കുക. വീണ്ടും അർ റഹീം, റാഇനും തഫ്ഖീം. മുശദ്ദദത്തായ റാ ഉച്ചരിക്കുമ്പോൾ തക്രീർ വരാതെ ശ്രദ്ധിക്കുക. കൂടുതൽ അർ എന്ന് വിറപ്പിച്ച് ഉച്ചരിക്കുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അൽ ഗഫൂറുർ റഹീം. വീണ്ടും ഖാല റബ്ബി, ഖാഫ് അലിഫ് ഇവയ്ക്ക് തഫ്ഖീം, ലാമിന് തർഖീഖ്. ഖാല റബ്ബി, റാഇന് തഫ്ഖീം. ഖാല റബ്ബി ബിമാ അൻഅംത അലൈ. ബിമാ എന്നതിലെ അലിഫിന്റെ ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ നൽകൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. ബിമാ അൻഅംത അലൈ. ബിമാ എന്നതിൽ അലിഫ് എന്ന ദീർഘാക്ഷരം ഒരു പദത്തിന്റെ അന്ത്യത്തിലാണ് വന്നത്. അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ അൻഅംത, ഇതിൽ ഹംസ തുടക്കത്തിൽ വന്നു. ഇങ്ങനെ വന്നതുകൊണ്ടാണ് മുൻഫസിൽ വേർപിരിഞ്ഞത് എന്ന് പറയുന്നത്.
ജായിസായ ദീർഘമാണ് ഇവിടെ. ദീർഘം നൽകാതെ ബിമാ അൻഅംത അലയ്യ എന്ന് 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം മതിയാക്കുകയും ആകാവുന്നതാണ്. അപ്പോൾ ബിമാ അൻഅംത ഈ പദത്തിൽ 2 ഇൽഹാറുകളുണ്ട്. ഈ പദത്തിൽ 2 ഇൽഹാറുകൾ. അൻഅംത ആദ്യത്തെ സാക്കിനത്തായ നൂനിന്റെ ഇൽഹാർ ഹൽഖി, രണ്ടാമത്തേത് സാക്കിനത്തായ മീമിന്റെ ഇൽഹാർ ഷഫവി. അൻഅംത ബിമാ അൻഅംത അലയ്യ അലയ്യ ഫലൻ അകൂന ഇതിൽ സാക്കിനത്തായ നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഫലൻ ശേഷം ഹംസയാണ് വന്നത്, ഹൽക്കിന്റെ അക്ഷരം. ഫലൻ അകൂന ളഹീറൻ ലിൽ മുജ്രിമീൻ. ളഹീറൻ ളാഇന് തഫ്ഖീമാണ്, റാഇനും തഫ്ഖീം. ളഹീറൻ റൻ എന്നതിലെ തൻവീന് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചു ഉച്ചരിക്കണം. ളഹീറൻ ലിൽ മുജ്രിമീൻ. മുജ്രിമീൻ ജീമിന്റെ സുക്കൂൻ. ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ലിൽ മുജ്രിമീൻ. فأصبح في المدينة സ്വാദിന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ് സ്വാദ്. فأصبح في المدينة خائفا يترقب. خائفا ഇതിലുള്ള ദീർഘവും അതുപോലെ ഖാവും രണ്ടിനും തഫ്ഖീം കൊടുക്കണം. ഖാ ഇസ്തിഅലാന്റെ അക്ഷരമാണ്, അതിന് ദീർഘിപ്പിക്കുന്ന അലിഫിനും തഫ്ഖീം. ഈ അലിഫിൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ് വന്നിരിക്കുന്നു. ഖായിഫൻ യതറഖബ്. ഇവിടെ ഖായിഫൻ എന്നതിൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്ന് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. ഈ തഫ്ഖീം ദീർഘത്തിൽ നിലനിർത്തുക. തൻവീൻ ശേഷം ഇദ്ഗാം ബിഗുന്ന നൽകി യായിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കുക. തൻവീൻ ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം നാഖിസ് നൽകി യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. റാഇനും ഖാഫിനും തഫ്ഖീം. റാ മഫ്തൂഹത്ത്, ഖാഫ് സ്വാഭാവികമായും ഇസ്തിഅലാന്റെ തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരം. يترقب. فإذا الذي استنصره بالأمس يستصرخ. استنصر ഇതിൽ സാക്കിനത്തായ നൂനിനും ഇഖ്ഫാ ഹഖീഖി നൽകി. സാക്കിനത്തായ നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. ശേഷം സ്വാദാണ് വന്നത് എന്നതുകൊണ്ട് ഈ മണിക്കലിലും തഫ്ഖീം വേണം. ഇസ്തൻസറഹു സ്വാദിനും റാഇനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ അക്ഷരമായ സ്വാദ് ശേഷം റാ തഫ്ഖീം ചെയ്യപ്പെടുന്ന അവസ്ഥയായ മഫ്തൂഹത്തായ അവസ്ഥ. അപ്പോൾ ഇസ്തൻസറഹു. അപ്പോൾ അല്ലദീ എന്ന യാഇനെ കളഞ്ഞത് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടിയാണ്. 2 സാക്കിനത്തായ സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങൾ ചേർന്ന് വരികയാണ് ഒരുമിച്ച്. അത് പരിഹരിക്കാൻ വേണ്ടി യാഇനെ ഒഴിവാക്കുകയാണ് ചാരണത്തിൽ നിന്ന്. അപ്പോൾ അല്ലദീ ഇസ്തൻസറഹു തഫ്ഖീം ചെയ്യേണ്ടത് നൂനിന്റെ ഉച്ചാരണത്തിൽ മണിക്കലിൽ സ്വാദ് റാ. ഇസ്തൻസറഹു ബിൽ അംസി സാക്കിൻ തമീം
ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. യസ്തസ്രീഖു യസ്തസ്രീഖു സ്വാദിന് തഫ്ഖീം കൊടുക്കുക. ശേഷം റാ മദ്മൂമത്തായി വന്നിട്ട് റാഇന് തർത്തീഖ് കസ്റാണ് സൂറത്താണ്. ശേഷം ഖാ വന്നിട്ടുണ്ട്, അതിനും നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക. അപ്പോൾ യസ്തസ്രീഖു യസ് സീനിനും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. സ്വാദും അതുപോലെ ഖാവും ഒക്കെ ഉള്ളതുകൊണ്ട് സീനിനും തഫ്ഖീം വന്നു പോകും ചിലർക്ക്, തെറ്റാണ്. യോസ് എന്നല്ല യസ് തർക്കീഖാണ്. യസ്തസ്രീഖു യസ്തസ്രീഖു ഖാല ലഹു മൂസ ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, ദീർഘാക്ഷരമായ അലിഫ്. ഖാല ലഹു മൂസ മൂസ ഇന്നക മൂസ എന്നതിലെ അലിഫ് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസയാണ് വന്നത് എന്നതുകൊണ്ട്. മൂസ ഇന്നക നൂൻ മുശദ്ദദായ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നക ലഗവിയ്യും മുബീൻ. ഗവി ഗൈനിന് തഫ്ഖീമാണ്. ഗവിയ്യുൻ എന്നതിലെ തൻവീൻ, ശേഷം മീമ്, പൂർണ്ണമായും മീമിലേക്ക് തൻവീനിനെ ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം കാമിൽ ബിഗുന്ന നൽകി ഗവിയ്യും മുബീൻ ലഗവിയ്യും മുബീൻ എന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫലമ്മാ അൻ അറാദ ഫലമ്മാ ഇതിൽ മീം മുശദ്ദദയെ മണിക്കുക. ഫലമ്മാ എന്നതിലെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിന്റെ അളവ്. അൻ അറാദ ഇതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ ഫലമ്മാ അൻ അറാദ അറാദയിൽ റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. അറാദ അൻ യബ്തിഷ യബ്തിഷ അൻ എന്നതിൽ സാക്കിനത്തായ നൂൻ ശേഷം യാ, ഇവിടെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് നൂനിനെ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി യബ്തീഷ വ്യക്തമാക്കി ഉച്ചരിക്കുക, ഹറക്കത്ത് പോലെ. യബ്തീഷ ത്വാഇന് കുറഞ്ഞ തഫ്ഖീമാണ് കൊടുക്കുക. ഇസ്തിഅലാന്റെ അക്ഷരമാണ്, എന്നാൽ അതിന് കസ്റ വന്നതുകൊണ്ട് യബ്തീഷ എന്ന് കുറച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. യബ്തീഷ ബില്ലദീ ഹുവ അദുവ്വുൻ ലഹുമാ ബില്ലദീ ഹുവ അദുവ്വുൻ ലഹുമാ അദുവ്വുൻ എന്നതിൽ തൻവീൻ, ശേഷം ലാമാണ്, പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. അദുവ്വുൻ ലഹുമാ ഖാല യാ മൂസ ഖാഫും അലിഫും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാല യാ മൂസ അതുരീദു ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘം നൽകൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ ജായിസാണ്. യാ മൂസ അതുരീദു അതുരീദു അൻ തഖ്തുലനി അൻ എന്നതിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. തഖ്തുലനി ഈ പദത്തിൽ ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. തഖ്തുലനി തഖ്തുലനി ഖാഫിന് തഫ്ഖീമും വരും, അതും ശ്രദ്ധിക്കണം. ഖാഫിന് ഖൽഖല ഉണ്ട്, അതോടൊപ്പം തഫ്ഖീമും ഉണ്ട് എന്നതും ശ്രദ്ധിക്കുക. أن تقتلني كما قتلت نفسا ഖാഫിന് തഫ്ഖീം വീണ്ടും ഖതൽത. ബാക്കി അക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. കമാ കമാ അല്ല കമാ ഖതൽത ഖതൽത നഫ്സൻ ബിൽ അംസ് നഫ്സൻ എന്നതിലെ തൻവീൻ അതിനുശേഷം ബാഇ ഇഖ്ലാബ് ചെയ്തുകൊണ്ട് മീമാക്കി മാറ്റി മണിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മീമാക്കുമ്പോൾ സ്വാഭാവികമായും ഇഖ്ഫാ ഷഫവിയുടെ ഹുക്മാണ് അവിടെ വന്നു ചേരുക.
ഇഖ്ലാബിൽ വന്നു ചേരും. അപ്പോൾ നഫ്സൻ ബിൽ അംസ് മണിച്ചുകൊണ്ട് മീമാക്കുക. ബിൽ അംസ് എന്ന് പറയുമ്പോൾ സാക്കിനത്തായ മീം ശേഷം സീന് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. നേരത്തെ വന്ന പദമാണ്. ഇൻ തുരീദു സാക്കിനത്തായ നൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കണം. ഇല്ല അൻ ദീർഘാക്ഷരത്തെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻ തകൂന സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. ശേഷം താ ആണ് വന്നത്. അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ് ജബ്ബാറൻ എല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖ്. റാഇന് തഫ്ഖീം കൊടുക്കുക. റാഇന് മാത്രം. ജബ്ബാറൻ ഫിൽ അർദ് റാഇന് പൂർണ്ണമായ തഫ്ഖീം. തൻവീൻ ആ തൻവീനിന് ശേഷം ഫാ ഹഖീഖി മണിച്ചുകൊണ്ട് വ്യക്തമാക്കുക. മണിക്കലിൽ തർഖീഖാണ് വേണ്ടത് എന്നതും ശ്രദ്ധിക്കുക. ജബ്ബാറൻ ഫിൽ അർദ് റാഇന് തഫ്ഖീം കൊടുക്കണം. ضادനും തഫ്ഖീം. ضادന് للقيام بذلك ستحتاج إلى إيقاف ضادന് എന്താണ് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക, കാരണം അതിന് കസ്റ ഉള്ളതുകൊണ്ട്. ജബ്ബാറൻ ഫിൽ അർദി വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ. അൻ തകൂന തുരീദുവിൽ റാഇന് തർഖീഖാണ്, കാരണം കസ്റ ഉള്ളതുകൊണ്ട്. അൻ തകൂന വീണ്ടും വന്നു. സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ച് ഉച്ചരിക്കുക. മിനൽ മുസ്ലിഹീൻ സ്വാദിന് തഫ്ഖീം കൊടുക്കുക എന്നതും ശ്രദ്ധിക്കണം. സ്വാദ് സാക്കിനത്താണ്. മുസ്ലിഹീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه قال له موسى إنك لغوي مبين. فلما أن أراد أن يبطش بالذي هو عدو لهما قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. المصلحين.